വ്യത്യസ്ത കാരണങ്ങൾ നവ ആശയങ്ങളുടെ പേരിൽ പല കാലത്തായി പാർട്ടിയിൽ നിന്ന് അകന്നുപോയവരെ ഒപ്പം നിർത്തിയുള്ള വിശാല ഇടതുവേദിയാണ് താൻ മുന്നോട്ട് വെക്കുന്ന ആശയമെന്ന് വിശദീകരിച്ചുകൊണ്ടാണ് CPM-CPI ലയനം എന്ന വാദത്തെ MA ബേബി നിരാകരിച്ചത്. നവലോകവാദവും സ്വത്വ രാഷ്ട്രീയവാദികളും RMPക്കാരുമെല്ലാം തങ്ങളുടെ നിലപാടുകൾ പുനഃപരിശോധിക്കണം. ഒപ്പം CPM ആത്മപരിശോധനയ്ക്ക് തയ്യാറാകണം. വ്യൂ പോയിന്റിൽ പോളിറ്റ് ബ്യൂറോ അംഗം വിശദീകരിച്ചു. RMPയൊക്കെ ആയിട്ട് സഹകരിക്കുന്ന ചില ഉത്തരേന്ത്യയിലുള്ള ചിലർ, മംഗത്റാം പസ്ലയെ പോലുള്ളവർ, അവരിപ്പം തന്നെ CPMൻ്റെയും CPIയുടെയും വേദിയിൽ ചില പൊതുപ്രശ്നങ്ങൾ, തൊഴിലാളികളുടെയും കൃഷിക്കാരുടെയും ജനങ്ങളുടെയും പ്രശ്നങ്ങളിൽ സഹകരിച്ച് പ്രവർത്തിക്കാനും സമരം ചെയ്യാനും വന്നിട്ടുണ്ട്. പല തലങ്ങളിൽ ചർച്ച ചെയ്യണം. ഇതിൽ പൊതുവിൽ CPIM-നും ഇടതുപക്ഷ പാർട്ടികൾക്കും ഒരു തുറന്ന സമീപനമാണുള്ളത്. സ്വത്വബോധത്തെയാണ് പാർട്ടി അംഗീകരിക്കുന്നതെന്നും സമൂഹത്തെ ശിഥിലമാക്കുന്ന സ്വത്വ രാഷ്ട്രീയത്തെ CPM-ന് ഉൾക്കൊള്ളാനാകില്ലെന്നും ബേബി പറഞ്ഞു. ശിഥിലീകരണമാണ് ഫലത്തിൽ സ്വത്വരാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് വരിക. സ്വത്വരാഷ്ട്രീയം അംഗീകരിക്കുന്നവർക്ക് ഇപ്പോൾ നരേന്ദ്രമോദിയെയും അംഗീകരിക്കേണ്ടി വരും. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ വിഭജനത്തിനിടയാക്കിയ തർക്കങ്ങൾ ഇപ്പോൾ പ്രസക്തമല്ലെന്ന ബിനോയ് വിശ്വത്തിന്റെ അഭിപ്രായത്തെയും MA ബേബി തള്ളിക്കളഞ്ഞു. CPIക്ക് ഇതിനെക്കുറിച്ചുള്ള തർക്കത്തെ തുടർന്ന് ഇപ്പോൾ ഒരു പാർട്ടി പരിപാടിയില്ലാത്ത അവസ്ഥയാണ്. തന്റെ പരാമർശങ്ങളുമായി ബന്ധപ്പെട്ട് സമീപകാലത്തുണ്ടായ മറ്റു വിവാദങ്ങൾക്കും വ്യൂ പോയിന്റിൽ ബേബി വിശദീകരണം നൽകുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, മീഡിയ 1.